ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മൻ വ്ളോഗർ. അപ്പോൾ ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളാണ്. വിഷു പ്രീമിയർ ആയിട്ട് ഈ ആഴ്ച ഇറങ്ങാൻ പോകുന്ന OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ളൊരു വീഡിയോ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് സമയം വെച്ചാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം വെച്ചാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മോഡർ അപ്ഡേറ്റ് ആണ്. പൈങ്കിളി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സജിൻ ഗോപു, അനശ്വര രാജൻ, അതുപോലെ തന്നെ ചന്തു സലീം, ജിസ്മ, അബു സലീം എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ പദത്തിലെടുത്താവുന്ന ചിത്രമായിരുന്നു പൈങ്കിളി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള മനോരമാക്സും അതുപോലെ തന്നെ സിംപ്ലി സൗത്തും ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഏപ്രിൽ മാസം 11-ാം തീയതി സിംപ്ലി സൗത്തിലൂടെയും മനോരമാക്സിലൂടെയും ആമസോൺ പ്രൈമിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. വിഷു പ്രീമിയർ ആയിട്ട് എത്തുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ദാസേട്ടന്റെ സൈക്കിൾ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആരിഷ് പേരാടി, അതുപോലെ തന്നെ കബിനി ഹരിദാസ്, അഞ്ജന അപ്പുകുട്ടൻ, അതുപോലെ തന്നെ കാതൽ സുധി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ പദത്തിലെടുത്താവുന്ന ചിത്രമാണ് ദാസേട്ടന്റെ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള മനോരമ മാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 11-ാം തീയതി മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ കാണാൻ താല്പര്യമൊക്കെ ചിത്രം മനോരമ മാക്സിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബേസിൽ ജോസഫ്, സൗബിൻ സാഹിർ, അതുപോലെ തന്നെ ചെമ്പൻ വിനോദ് ജോസ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ക്രൈം ത്രില്ലർ കാറ്റഗറിയിലൂടെ എത്താൻ ചിത്രമായിരുന്നു പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്നത്. ജനുവരി മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിലൊരു ഭേദപ്പെട്ട ഒരു അനക്കമൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള സോണി ലീവാണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 11-ാം തീയതി സോണി ലീവിലൊരു ചിത്രം പാൻ ഇന്ത്യ ഭാഷയിൽ മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പെരുസ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വൈഭവ്, അതുപോലെ തന്നെ സുനിൽ റെഡ്ഡി, ബാലസുബ്രഹ്മണ്യൻ, കൃഷ്ണി, അതുപോലെ തന്നെ ചാന്ദിനി തമിഴരശൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ പദത്തിലെടുത്താവുന്ന ചിത്രമായിരുന്നു പെരുസ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. മാർച്ച് മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്ത ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 11-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ കാണാൻ താല്പര്യമൊക്കെ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബഡവ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിമൽ, അതുപോലെ തന്നെ സൂരി, രാമചന്ദ്ര രാജു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്ത ചിത്രമാണ് ബഡവ എന്ന് പറയുന്നത്. ഏകദേശം 6 വർഷം മുമ്പ് പെട്ടിയിലിരുന്ന ചിത്രം ഇപ്പോൾ നമ്മുടെ ഫെബ്രുവരി മാസം 14-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ സിംപ്ലി സൗത്ത് ആണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 11-ാം തീയതി സിംപ്ലി സൗത്തിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഒത്ത വോട്ട് മുത്തയ്യ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഗൗണ്ടമണി, അതുപോലെ തന്നെ യോഗി ബാബു, രാജേന്ദ്രൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കോമഡി ഡ്രാമ പദത്തിലെടുത്താവുന്ന ഒരു ചിത്രമാണ് ഒത്ത വോട്ട് മുത്തയ്യ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രം ഫെബ്രുവരി മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ ചെറിയൊരു ഓട്ടൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ് ഇപ്പോൾ സ്വന്തമാക്കിയ ടെൻഡാക്കോട്ടയാണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 11-ാം തീയതി ടെൻഡാക്കോട്ടയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സ്വീറ്റ് ആർട്ട് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ റിയോ രാജ്, അതുപോലെ തന്നെ ഗോപിക രമേശ്, അതുപോലെ തന്നെ യുവൻ ശങ്കർ രാജ, പിന്നെ അതുപോലെ തന്നെ രഞ്ജി പണിക്കർ, റെഡിൻ കിസ്ലിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ പദത്തിലെടുത്താവുന്ന ചിത്രമാണ് സ്വീറ്റ് ആർട്ട് എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 11-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും അതുപോലെ തന്നെ സിംപ്ലി സൗത്തിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം സിംപ്ലി സൗത്തിലൂടെയും അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വെബ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നാട്ടി സുബ്രഹ്മണ്യൻ, അതുപോലെ തന്നെ ശില്പ രഘുനാഥ്, മൊട്ട രാജേന്ദ്രൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്തുവന്ന ഒരു ചിത്രമാണ് വെബ് എന്ന് പറയുന്നത്. 2023 തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു അനക്കം സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ടെൻഡാക്കോട്ടയും അതുപോലെ തന്നെ ആഹാ തമിഴാണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 11-ാം തീയതി ടെൻഡാക്കോട്ടയിലൂടെയും അതുപോലെ തന്നെ ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ആഹായിലും ടെൻഡാക്കോട്ടയിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കിങ്സ്റ്റൺ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ GV പ്രകാശ് കുമാർ, അതുപോലെ
അതുപോലെ തന്നെ ദിവ്യ ഭാരതി, സാബുമോൻ അബ്ദുൾ സമദ് മലയാളം ആക്ടർ സാബുമോൻ, അതുപോലെ തന്നെ അഴകം പെരുമാൾ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാൻറ്റസി ഹൊറർ അഡ്വഞ്ചർ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ഒരു ചിത്രമായിരുന്നു കിങ്സ്റ്റൺ എന്ന് പറയുന്നത്. നമ്മുടെ GV പ്രകാശ് കുമാറിൻ്റെ 25ാമത്തെ ചിത്രമായിരുന്നു കിങ്സ്റ്റൺ എന്ന് പറയുന്നത്. മാർച്ച് മാസം 7-ാം തീയതി റിലീസ് ചെയ്ത് തിയേറ്ററിൽ നെഗറ്റീവ് റിവ്യൂയോട് കൂടി തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുള്ള ഈ ചിത്രമായിരുന്നു. തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ബോക്സ് ഓഫീസ് ഒരു ബോംബായി മാറിയിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു കിങ്സ്റ്റൺ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളതും OTT റൈറ്റ്സും സാറ്റലൈറ്റ് റൈറ്റ്സും സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ C5 ആണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 13-ാം തീയതി 6 മണിക്ക് C5-ലൂടെ ടെലിവിഷൻ പ്രീമിയറും അപ്പോൾ തന്നെ OTT പ്ലാറ്റ്ഫോമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചെറുതിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കോർട്ട് സ്റ്റേറ്റ് VS എ നോബഡി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. തെലുങ്ക് മൂവിയെക്കുറിച്ചൊരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രിയദർശിനി പുലിക്കൊണ്ട, അതുപോലെ തന്നെ സായ് കുമാർ, രോഹിണി, അതുപോലെ തന്നെ നമ്മുടെ ഹർഷവർദ്ധൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോർട്ട് ഡ്രാമ വിധത്തിലൂടെ തന്ന ഒരു ചിത്രമായിരുന്നു കോർട്ട് സ്റ്റേറ്റ് VS എ നോബഡി എന്ന് പറയുന്ന ചിത്രം. തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയമൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കി നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 11-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മനാമി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഷർവാനന്ദ്, അതുപോലെ തന്നെ കീർത്തി ഷെട്ടി, വെനില കിഷോർ, അതുപോലെ തന്നെ സച്ചിൻ കൽക്കർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ വിധത്തിലെടുത്താവുന്നൊരു മൂവിയായിരുന്നു മനാമി എന്ന് പറയുന്നത്. 2024 തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടില്ല. ഈ ഒരു ചെറുതിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ആഹാ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 11-ാം തീയതി തെലുങ്ക് ഭാഷയിലൂടെ ആഹാ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചെറുതിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. ചഹോരി 2 എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഒരു വെബ് സീരീസിന് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് OTT റിലീസിന് എത്തുന്ന ഒരു വെബ് സീരീസാണ്. ചഹോരി 2 എന്ന് പറയുന്നത് ഏപ്രിൽ 11-ാം തീയതിയാണ് ഈ ഒരു വെബ് സീരീസ് ഡയറക്റ്റ് OTT റിലീസിന് എത്തുന്നത്. ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്നൊരു വെബ് സീരീസാണ് ചഹോരി 2 എന്ന് പറയുന്നത്. നമ്മുടെ സുശാന്ത്, അതുപോലെ തന്നെ സോഹ അലിഖാൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്നൊരു വെബ് സീരീസാണ് ചഹോരി 2 എന്ന് പറയുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചെറുതിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ചൗവ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിക്കി കൗശൽ, അതുപോലെ തന്നെ അക്ഷയ് ഖന്ന, രശ്മി മന്ദാന എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ചവ്വ എന്ന് പറയുന്നത്. ഈ ചിത്രം തിയേറ്ററിൽ വലിയൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു. ഏകദേശം 800 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം കമ്മിങ് സൂൺ പോസ്റ്റർ ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഈ വരുന്ന ഏപ്രിൽ മാസം 11-ാം തീയതി പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മോഹൻലാൽ, ടോവിനോ തോമസ്, അതുപോലെ മഞ്ജു വാര്യർ, പൃഥ്വിരാജ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് തിയേറ്ററിൽ ഏകദേശം 250 കോടിക്ക് മുകളിൽ കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് മലയാളം മൂവിയായിരുന്നു. പാൻ ഇന്ത്യ ചിത്രമായിരുന്നു എമ്പുരാൻ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ ജിയോ സിനിമാസും അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമൊക്കെ റൈറ്റ്സ് വാങ്ങുന്നുള്ള അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഏകദേശം 60 കോടിക്ക് മുകളിൽ അവർ OTT റൈറ്റ്സ് ഒക്കെ ചോദിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ചിത്രം ഈ ഒരു ആഴ്ചയിൽ ചിലപ്പോൾ ഇതിൻ്റെ ലീക്ക്ഡ് പ്രിൻ്റ് തമിഴ് പതിപ്പ് ലീക്ക്ഡ് പ്രിൻ്റ് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വീര ധീര സൂരൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിക്രം, അതുപോലെ തന്നെ SJ സൂര്യ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു വീര ധീര സൂരൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ നെറ്റ്ഫ്ലിക്സ് ആണ്. ഇപ്പോൾ ഒഫീഷ്യലി ഇതിൻ്റെ റൈറ്റും കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഈ ഒരു ചിത്രം ഈ വരുന്ന അടുത്ത ദിവസങ്ങളിൽ അപ്കമിങ് ആയിട്ട് ഈ ചിത്രം ലീക്ക്ഡ് പ്രിൻ്റ് ആയിട്ട് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ദാവീദ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. ആന്റണി വർഗീസ് പെപ്പെ, വിജയരാഘവൻ, സൈജു കുറുപ്പ്, അതുപോലെ തന്നെ ലിജോ മോൾ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മാസ ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ദാവീദ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് നേരത്തെ ഏപ്രിൽ 11 പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ചിത്രം പോസ്റ്റ്പോൺ ചെയ്ത് ഏപ്രിൽ 18-ാം തീയതി ഈസ്റ്റർ പ്രീമിയർ ആയിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. C5-ലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബ്രോമാൻസ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മാത്യു തോമസ്, ശ്യാം മോഹൻ, അതുപോലെ തന്നെ അർജുന അശോകൻ, മഹിമ നമ്പ്യാർ, സംഗീത് പ്രദോ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ വിധത്തിലെടുത്താവുന്ന ചിത്രമായിരുന്നു റൊമാൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ള ആമസോൺ പ്രൈമാണ്. ചിത്രം ഈസ്റ്റർ പ്രീമിയർ ആയിട്ട് ഈ വരുന്ന ഏപ്രിൽ മാസം 18-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ
ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ റഹ്മാൻ, ബാബു ആന്റണി, അതുപോലെ തന്നെ സൈജു കുറുപ്പ്, ധ്യാൻ ശ്രീനിവാസൻ, വിപിൻ ജോർജ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ വിധത്തിലെടുത്താകുന്ന ചിത്രമായിരുന്നു ബാഡ് ബോയ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഓണത്തിനെ തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ നേടിയിട്ടുള്ള ഒമർ ലുലു സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു ബാഡ് ബോയ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള മനോരമ മാക്സും അതുപോലെ ആമസോൺ പ്രൈമാണ്. മനോരമ മാക്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. മേ ബി ഈ ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 18-ാം തീയതി ഈസ്റ്റർ പ്രീമിയർ ആയിട്ട് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OT റിലീസ്.